സംരക്ഷിച്ചപ്പോഴും കൈവിട്ടപ്പോഴും സിപിഐഎമ്മിന് ഒരുപോലെ തലവേദനയാവുകയാണ് എ പത്മകുമാർ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ എ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചെന്ന് പാർട്ടി വിലയിരുത്തി. നടപടിയെടുക്കാൻ തീരുമാനിച്ചപ്പോഴാകട്ടെ യുവതീ പ്രവേശനം ഉൾപ്പെടെ സിപിഐഎം മറക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ്. കഴിഞ്ഞ നവംബർ 20-നാണ് സിപിഐഎമ്മിന്റെ മുതിർന്ന നേതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ എ പത്മകുമാർ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായത്. സ്വർണ്ണപ്പാളി ചെമ്പുപാളിയാക്കാൻ കൂട്ടുനിന്നുവെന്ന ആരോപണം ശക്തമായപ്പോഴും സിപിഐഎം എ പത്മകുമാറിനോട് മൃദു സമീപനം സ്വീകരിച്ചു. അന്വേഷണം തീരും വരെ ആരെയും കുറ്റക്കാരായി കാണാൻ കഴിയില്ലെന്ന ന്യായീകരണത്തിലൂടെ പാർട്ടി പ്രതിരോധം തീർത്തു. പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കിയത് കണ്ടില്ലെന്ന് നടിച്ചു. ഒടുവിൽ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിട്ടതോടെയാണ് സിപിഐഎം നേതൃത്വം മാറി ചിന്തിച്ചത്. ഇനി നടപടിയെടുക്കാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന് നേതൃത്വം ജില്ലാ കമ്മിറ്റി അറിയിച്ചു. നടപടി തീരുമാനിക്കാൻ നാളെ ജില്ലാ കമ്മിറ്റി ചേരാനിരിക്കെ എ പത്മകുമാറിന്റെ ചെക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്ന വാദത്തിന് പുറമെ യുവതീ പ്രവേശനത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നുവെന്ന ആരോപണങ്ങൾക്ക് ബലം പകരുന്ന നിലപാട് കൂടിയാണ് എ പത്മകുമാറിൽ നിന്നുണ്ടാകുന്നത്. ശബരിമല യുവതീ പ്രവേശവും സ്വർണ്ണക്കൊള്ള വിവാദങ്ങളും വഴി നഷ്ടപ്പെട്ട വോട്ട് ബാങ്ക് തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന സിപിഐഎമ്മിന് പത്മകുമാറിന്റെ നീക്കം തലവേദനയുണ്ടാക്കുമെന്ന് ഉറപ്പ്. ശബരിമല യുവതീ പ്രവേശന വിവാദ സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിന്റെ പ്രസ്താവനകൾ അന്നും സിപിഐഎമ്മിന് തിരിച്ചടിയായിരുന്നു. പത്മകുമാറിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരുക്കത്തിലാണ് സിപിഐഎം. നടപടി ഒഴിവാക്കാനുള്ള സമ്മർദ്ദതന്ത്രം എന്ന വാദമുയർത്തിയാകും പത്മകുമാറിന്റെ വെളിപ്പെടുത്തലുകളെയും ആത്മകഥാരചനയെയും സിപിഐഎം പ്രതിരോധിക്കുക. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.